ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ BCCI ആണ് തീരുമാനം അറിയിച്ചത്. പാകിസ്ഥാനുമായുള്ള അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്നുള്ള പാക് പ്രകോപനങ്ങളുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വഷളാക്കിയ ഘട്ടത്തിൽ ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ വർഷത്തെ ഏഷ്യൻ കപ്പിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പിൻവലിപ്പിക്കാൻ BCCI നീക്കം തുടങ്ങി. ഏഷ്യ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഇന്ത്യ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ നയിക്കുന്നത് പാകിസ്ഥാൻ മന്ത്രിയും പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനും കൂടിയായ മൊഹസിൻ നഖ്വിയാണ്. ഇക്കാരണം മുൻനിർത്തിയാണ് BCCIയുടെ നീക്കം. ഇതോടെ അടുത്ത മാസം ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ എമർജിംഗ് ടീമുകളുടെ ഏഷ്യൻ കപ്പിൽ നിന്നും സെപ്റ്റംബറിൽ നടക്കുന്ന പുരുഷ ഏഷ്യൻ കപ്പിൽ നിന്നും പിന്മാറിയതായി BCCI ACCയെ അറിയിച്ചതായി നിർദ്ദേശങ്ങളുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പാക് മന്ത്രി നയിക്കുന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ടൂർണമെന്റുകളിൽ നിന്നും തൽക്കാലം വിട്ടുനിൽക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ തീരുമാനമെടുക്കലെന്ന് BCCI അടുത്ത വൃത്തങ്ങൾ പറയുന്നു. പാകിസ്ഥാൻ മന്ത്രി അധ്യക്ഷനായ ACC സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിന് കളിക്കാൻ കഴിയില്ല. അതാണ് രാജ്യത്തിന്റെ വികാരം. വരാനിരിക്കുന്ന വനിതാ എമർജിംഗ് ടീമുകളുടെ ഏഷ്യൻ കപ്പിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചും ഞങ്ങൾ ACCയെ വാക്കാൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവരുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികളും ഞങ്ങളുടെ പങ്കാളിത്തവും നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. BCCI വൃത്തങ്ങൾ അറിയിച്ചതും ഇത് തന്നെയാണ്. ഇന്ത്യ പിന്മാറിയതുകൊണ്ട് ഏഷ്യൻ കപ്പിന്റെ നടത്തിപ്പിന് തന്നെ ഇത് വലിയൊരു ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് ഇന്ത്യ ആതിഥേയരായ ഏഷ്യൻ കപ്പ് ടൂർണമെന്റ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും കൂടാതെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളും ടൂർണമെന്റിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ നിലപാട് ടൂർണമെന്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിലെ മികച്ച സ്പോൺസർമാരും ഇന്ത്യയിൽ നിന്നുള്ളവരായതിനാൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഇല്ലാതെ ഏഷ്യൻ കപ്പ് പ്രായോഗികമല്ലെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരമില്ലാതെ ടൂർണമെന്റ് സംഘടിപ്പിക്കാനുമാകില്ല. ICC, ACC ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഇന്ത്യ പാക് മത്സരങ്ങളിൽ നിന്നാണ്. നിലവിൽ ICC, ACC ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാനിൽ കളിക്കുന്നതിന് ഇന്ത്യ തയ്യാറാകാത്തതിനെ തുടർന്ന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച 2023 ഏഷ്യൻ കപ്പിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലും കഴിഞ്ഞ ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ UAEയിലുമായാണ് നടത്തിയത്.